കുളപ്പള്ളി ഷൊർണൂർ റോഡ് നവീകരണം അശാസ്ത്രീയമെന്ന ബി.ജെ.പി. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാതെ താൽക്കാലിക കുഴിയടക്കലാണ് നടക്കുന്നതെന്നും ആരോപണം. 2 മഴയ്ക്കുള്ളിൽ ഇവ ഇളകിപ്പോയി. വീണ്ടും റോഡ് തകർന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റോഡ് നവീകരണം പൂർത്തിയാക്കുന്നതിന് പകരം താൽക്കാലികമായി കുഴിയടച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഭരണകൂടവും എം.എൽ.എയും ചെയ്യുന്നതെന്ന് ബി.ജെ.പി. ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനോടനുബന്ധിച്ച് 25 ലക്ഷം രൂപ ചെലവാക്കി റോഡിലെ കുഴികൾ മെറ്റൽ വിരിക്കുകയാണ് എം.എൽ.എ. ചെയ്യുന്നത്. കുളപ്പള്ളി ഷൊർണൂർ റോഡ് നവീകരണം ശരിയായ രീതിയിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ബി.ജെ.പി. രംഗത്ത് വരുമെന്നും ബി.ജെ.പി. കൗൺസിലറായ ഇ.പി. നന്ദകുമാർ, കെ. പ്രസാദ്, ലേഖ രമേശ്, നിഷ ശശികുമാർ എന്നിവർ പറഞ്ഞു. കുളപ്പള്ളി കൊച്ചിൻപാലം വരെയുള്ള PWD റോഡിന്റെ പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അപാകതയാണ് അതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം PWD നടത്തുന്നത്. ഇതിൽ എം.എൽ.എ. ഷൊർണൂരിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. ജനങ്ങളുടെ പരാതി ഉയർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജിമിക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ 25 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ആ 25 ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. വലിയ പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഷൊർണൂരുകാരുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് എം.എൽ.എയും PWDയും മനസ്സിലാക്കിയാൽ നന്ന്. ഈ രീതിയിലാണ് ഇവിടുത്തെ റോഡിന്റെ പണി മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.